മുസ്ലിം ചിഹ്നങ്ങൾ ഉപയോഗിച്ചാൽ അത് ദുരുപയോഗപ്പെടും, അതുകൊണ്ട് ഞങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല എന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ വഴങ്ങിക്കൊടുക്കലാണ്. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയയെ ലെജിറ്റിമൈസ് ചെയ്യലല്ലേ? മുസ്ലിം ചിഹ്നങ്ങൾ പാർട്ടി ചിഹ്നം ആരാ പറഞ്ഞു പച്ച മുസ്ലിം ചിഹ്നമാണെന്ന്? അത് പാർട്ടി ചിഹ്നമാണ്, പാർട്ടിയുടെ കൊടിയാണ്. അല്ല, ഇപ്പൊ പച്ച എന്ന് പറഞ്ഞാൽ പച്ച ഇന്ത്യയുടെ ദേശീയ പതാകയിലുണ്ട്, കോൺഗ്രസിന്റെ പതാകയിലുണ്ട്, BJP-യുടെ പതാകയിലുണ്ട്, താങ്കൾ പറഞ്ഞതുപോലെ ജനതാദളിന്റെ പതാകയിലുണ്ട്, എല്ലായിടത്തും പച്ചയുണ്ട്. പക്ഷേ ഈ പച്ച പ്രശ്നമാവുന്നത് അത് മുസ്ലിം ലീഗിന്റെ കൊടിയാവുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, അതൊക്കെ മാറ്റി വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ വഴങ്ങിക്കൊടുക്കല്ലേ? ഇതൊക്കെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയയെ ഒരു തരത്തിൽ ഇതൊക്കെ പ്രശ്നമാണല്ലോ എന്ന് കരുതിട്ട് ലെജിറ്റിമൈസ് ചെയ്യാണ്. ഇസ്ലാമോഫോബിയ അല്ല ഇത് പാർട്ടിയാണ്. അതിനെന്തിനാണ് ഇസ്ലാമായിട്ട് ബന്ധപ്പെടുത്തുന്നത്? അല്ല, മുസ്ലിം ലീഗിനെ BJP ഉത്തരേന്ത്യയിൽ വിമർശിക്കുന്നത് എങ്ങനെയാണ്? പാർട്ടി ആയതുകൊണ്ടാണോ? ആണ്, പാർട്ടി ആയതുകൊണ്ടല്ല. ഇതൊരു മുസ്ലിം പാർട്ടിയാണ്. ഈ പാർട്ടി കോൺഗ്രസിനെ ന്യൂനപക്ഷമാണെങ്കിലും ഒക്കെ പാർട്ടി ആയതുകൊണ്ടാണ്, അവരെ എതിർക്കുന്നത് കൊണ്ടാണ്, അവരുടെ ന്യായ നിലപാടുകൾ തെറ്റാണെന്ന്. ലീഗിനെ BJP എതിർക്കുന്നത് നിങ്ങളുടെ മുസ്ലിം ഐഡന്റിറ്റി കൊണ്ടാണ്. ഒവൈസിയുടെ പാർട്ടിയെ എതിർക്കണ്ടേ? അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ. അത് ആണല്ലോ. OICയെ സംബന്ധിച്ച് OIC പലയിടത്തും വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങളത് ചെയ്യുന്നില്ല. ഞങ്ങൾ പരമാവധി പാർട്ടി താല്പര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണെങ്കിലും രാജ്യത്തെ രക്ഷിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയുള്ള നിലപാടുകളാണ് ഞങ്ങൾ എടുക്കൽ.